ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ്. സുരേഷ്, തിരുവനന്തപുരം മേയർ വി. രാജേഷ് എന്നിവരുടെ വാർത്താ സമ്മേളനമാണ് തത്സമയത്തിലേക്ക്. ഒരു സംവാദത്തിനായിട്ട് വെല്ലുവിളിച്ചിരുന്നു. ആ സംവാദം ബി.ജെ.പി. അങ്ങോട്ട് തന്നെ പറഞ്ഞ സംവാദമാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു. കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനുമായിട്ടൊരു പൊതുസംവാദത്തിന് NDA ചെയർമാൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ തയ്യാറാണ് എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു വെല്ലുവിളി ഉയർത്തി. ആ സാഹചര്യത്തിലാണ് നേമത്തെ MLA ആയിട്ടുള്ള സംസ്ഥാന മന്ത്രി ശിവൻകുട്ടി രാജീവ് ചന്ദ്രശേഖറിനെ വെല്ലുവിളിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഏറ്റെടുക്കാൻ ബി.ജെ.പി. തയ്യാറാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് ശിവൻകുട്ടിയുമായിട്ട് സംവാദം നടത്തുന്നതിന് മുമ്പ് ഞാനും മേയർ രാജേഷുമായിട്ട് ചേർന്ന് ചില ചോദ്യങ്ങൾ ശിവൻകുട്ടിയോട് ഉന്നയിക്കും. ഈ ശിവൻകുട്ടിയോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വിവരാവകാശ രേഖ പ്രകാരമുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ്. ഞങ്ങൾ ഉന്നയിക്കുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് വസ്തുതകൾ മുന്നോട്ട് വെച്ച് ഉത്തരം നൽകാൻ ശിവൻകുട്ടി പ്രാപ്തനാണ് എന്ന് തെളിഞ്ഞാൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശിവൻകുട്ടിയോട് മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഈ മന്ത്രിസഭയോടും ആകെ സംവാദത്തിന് അവർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് അവർ നിശ്ചയിക്കുന്ന സമയത്ത് സംവാദത്തിന് തയ്യാറാണ്. അതിന് ഈ സർക്കാരിന് പ്രാപ്തിയുണ്ടോ എന്നറിയാനായി ഞങ്ങൾ ചില ചോദ്യങ്ങൾ ശിവൻകുട്ടിയോടും ഈ സർക്കാരിൻ്റെയും മുന്നിൽ വയ്ക്കുകയാണ്. അത് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിതിവിടെ ഒരുമിച്ച് എത്തിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്. തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് 2899.35 കോടി രൂപ വിവിധ തൊഴിലാളി ക്ഷേമ നിധികൾക്ക് ആ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് 2899.35 കോടി രൂപ വകമാറ്റി ചിലവഴിച്ചതായിട്ട് ഞങ്ങൾക്ക് 18/3/2026 കിട്ടിയ വിവരാവകാശ രേഖ പ്രകാരം 18/3/2026 കിട്ടിയ വിവരാവകാശ രേഖ പ്രകാരം ശിവൻകുട്ടി പാവപ്പെട്ട തൊഴിലാളികളുടെ അവർക്ക് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ക്ഷേമ പെൻഷന് വേണ്ടി ലഭിച്ച 2899.35 കോടി രൂപ വകമാറ്റി ചെലവഴിച്ച് തൊഴിലാളി ദ്രോഹിയാണ് താങ്കൾ. തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി തൊഴിൽ വകുപ്പ് മന്ത്രിയല്ല, തൊഴിലാളി ദ്രോഹ മന്ത്രിയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഒരു തൊഴിലാളിയുടെ മകനാണ് ഞാനെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയും അദ്ദേഹവും ചേർന്ന് നടത്തിയിരിക്കുന്ന ഈ തൊഴിലാളി ദ്രോഹ പ്രവൃത്തിയെ സംബന്ധിച്ച് കേരളത്തിലെ തൊഴിലാളി വർഗത്തിനോട് മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ബി.ജെ.പി. ആദ്യം ഉന്നയിക്കുന്ന ചോദ്യവും ബി.ജെ.പിയുടെ ആവശ്യം. രണ്ടാമതായി, കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി 10,605.72 കോടി രൂപ, അതുകൂടാതെ മെയിൻ്റനൻസിന് വേണ്ടി 2048.95 കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഈ പണം എന്തിനു വിനിയോഗിച്ചു എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണം. നേമം നിയോജക മണ്ഡലത്തിൽ ശാന്തിവിളയിൽ പ്രവർത്തിക്കുന്ന നേമം താലൂക്ക് ആശുപത്രി, ആ താലൂക്ക് ആശുപത്രിയിൽ പോലും അടിസ്ഥാന സൗകര്യമുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിക്ക് സാധിച്ചിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായിട്ടും തകർന്നടിഞ്ഞിരിക്കുകയാണ്.
ആരോഗ്യ മേഖലയുടെ തകർച്ചയെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂട്ടിരിപ്പുകാർ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്ന അതിദയനീയമായ സന്ദർഭം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള കേരളമാണ്. അപ്പോൾ ഏകദേശം 13,000 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി കേരളത്തിൽ അനുവദിച്ചിട്ട് അതൊക്കെ തന്നെ വകമാറ്റി ചെലവഴിക്കുകയും അട്ടിമറിക്കുകയും ചെയ്ത സർക്കാർ അത് ഈ പിണറായി വിജയൻ സർക്കാരാണ്. വി ശിവൻകുട്ടി മന്ത്രിസഭാ അംഗമായിട്ടുള്ള സർക്കാരാണ് ഇത് അട്ടിമറിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, 70 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് കാർഡ് ഇന്ത്യയിൽ നടപ്പാക്കാത്ത 3-4 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അത് വരുമാന ഭേദമില്ലാതെ വരുമാനം കുറഞ്ഞവർക്കും വരുമാനം കൂടിയവർക്കും 70 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 5 ലക്ഷം രൂപ മിനിമം ലഭിക്കുന്ന ഹെൽത്ത് കാർഡ്, അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ നിരവധി പദ്ധതികൾ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ അത് നടപ്പാക്കിയില്ല? എന്തുകൊണ്ട് 70 കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഹെൽത്ത് കാർഡ് ഈ കേരളത്തിൽ നടപ്പാക്കിയില്ല? ഇതിനും ഈ കേരളത്തിലെ ജനതയോട് ഉത്തരം പറയുവാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിലേക്ക് നൽകിയിട്ടുള്ള 10,605.7 കോടി രൂപയുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഫണ്ടിനെ സംബന്ധിച്ചുള്ള വിവരാവകാശ രേഖയും അതോടൊപ്പം തന്നെ 2,048.95 കോടി രൂപയുടെ മെയിൻ്റനൻസിന് വേണ്ടിയുള്ള വിവരാവകാശ രേഖയും ഇന്ന് BJP പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിനുത്തരം പറയാൻ ഞങ്ങളെ സംവാദത്തിന് വിളിച്ച ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും തയ്യാറാണ്. മൂന്നാമതായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിലെ വിവിധ ഫിഷിംഗ് ഹാർബറുകൾക്ക് വേണ്ടി 1,195.93 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 177 കോടി രൂപ മുതലപ്പൊഴി ഹാർബറിന് മാത്രം അനുവദിച്ചതായിട്ട് ഉള്ള വിവരാവകാശ രേഖ കേരളത്തിലെ വിവിധ ഫിഷിംഗ് ഹാർബറുകൾക്ക് വേണ്ടി അനുവദിച്ച 1,195.19 കോടി രൂപ, ഇതിൽ 177 കോടി രൂപ തിരുവനന്തപുരത്തെ മുതലപ്പൊഴി ഹാർബറിന് വേണ്ടി അനുവദിച്ചതാണ്. അത് ശ്രീ ജോർജ് കുര്യന്റെ ശ്രമഫലമായി, ശ്രീ വി മുരളീധരന്റെ ശ്രമഫലമായി, ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ശ്രമഫലമായിട്ടാണ് മുതലപ്പൊഴിയിൽ 177 കോടി രൂപ അനുവദിച്ചത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രി നേരിട്ട് അവിടെ വന്നു, കേന്ദ്ര ഫിഷറീസ് സെക്രട്ടറി അവിടെ വന്നു, കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് പ്ലാൻ തയ്യാറാക്കി, സംസ്ഥാന സർക്കാരുമായിട്ട് 2 വട്ടം ചർച്ച നടത്തി. അതിനുശേഷമാണ് 177 കോടി രൂപ ഈ മുതലപ്പൊഴി ഹാർബറിന് അനുവദിച്ചത്. അത് അനുവദിച്ചതിന് ശേഷം ഇന്നും അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അപകടമുണ്ടാകുന്നു. അവരുടെ ജീവൻ, അതിനുശേഷവും മരണം അവിടെ സംഭവിച്ചിരിക്കുന്നു. ആ പഞ്ഞമാസത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസത്തെ അതിജീവിക്കാനായി കേന്ദ്ര സർക്കാർ 116.25 കോടി രൂപ ഇവിടെ ഈ കേരളത്തിൽ അനുവദിച്ചു. അതൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ മുതലപ്പൊഴി ഹാർബറിനെ സംരക്ഷിക്കാനും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാനും ഈ സർക്കാർ സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ചെല്ലാനം കടൽ ഭിത്തി നിർമ്മാണത്തിന് 115.21 കോടി രൂപ അത് കേന്ദ്രം നൽകി. ആ പദ്ധതിയും പൂർത്തിയാക്കാനും നടപ്പിലാക്കാനും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. തീരദേശ മേഖലയോടും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളോടും നൂറുകണക്കിന് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടും ഈ സംസ്ഥാന സർക്കാർ ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത്.
അവരുടെ ജീവൻ തന്നെ ഭീഷണിയായിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും കേന്ദ്രം നൽകിയ ഫണ്ട് വിനിയോഗിക്കുന്നില്ല, നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ 3 കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു. മറ്റു ചില കാര്യങ്ങൾ മേയർ ശ്രീ വി വി രാജേഷോട് സൂചിപ്പിച്ചു. രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, കോർപ്പറേഷൻ കൂടി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞതിന് പുറമെ ഇപ്പോൾ KAL വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് കേരളത്തിൻ്റെ തദ്ദേശ ഉൽപ്പന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഫലം എന്നൊക്കെ പറഞ്ഞാണ് KALൻ്റെ ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കോർപ്പറേഷനിൽ നിന്ന് തന്നെ ഈ ഇലക്ട്രിക് ഓട്ടോയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അവിടേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പ്രകാരം ആകെ അവിടെ നിന്ന് നിർമ്മിച്ചത് 452 ഓട്ടോറിക്ഷകളാണ്. അതോടുകൂടി അത് പൂട്ടുകയും ചെയ്തു. അവസാനത്ത് 452ാമത്തെ ഓട്ടോറിക്ഷ നിർമ്മിച്ച് 53ാമത്തെ പണി എന്ന് പറഞ്ഞാൽ അത് പൂട്ടുകയും ചെയ്തു. ആ സ്ഥാപനം നിർമ്മിച്ച ചിലവില്ലാതെ നടന്ന ഒരു ഓട്ടോറിക്ഷ, ആ സ്ഥാപനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ സമയത്ത് കോർപ്പറേഷൻ്റെ ഫണ്ട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ആ ഓട്ടോ വാങ്ങി കോർപ്പറേഷനിലെ ആൾക്കാരുടെ മുകളിൽ കെട്ടിവെക്കുകയായിരുന്നു. ഈ ഓട്ടോറിക്ഷകൾ ഒരെണ്ണം പോലും ഇപ്പോൾ ഓടുന്നില്ല. 3 മാസത്തിനപ്പുറം ഒരു ദിവസം ഈ ഒരു ഓട്ടോറിക്ഷ ഓടിയിട്ടില്ല. അതിനെയാണ് കേരളത്തിലെ വലിയൊരു വ്യവസായ സംരംഭം എന്ന് പറഞ്ഞ് കൊട്ടിക്കൊട്ടിച്ചുകൊണ്ടുവന്ന് ഒരു ഓട്ടോറിക്ഷയെങ്കിലും KAL ഇതിപ്പോൾ നിർമ്മിച്ച് പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ശിവൻകുട്ടി വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെയാണ് അതെ KAL ബാലരാമപുരം കേരള ഓട്ടോമൊബൈൽസ് ആറാലുമൂട് ഒന്ന് അന്വേഷിച്ച് നോക്കണം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. മറ്റൊന്ന്, വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇവിടെ ലക്ഷക്കണക്കിന് 4.5 ലക്ഷം വ്യവസായ യൂണിറ്റുകൾ കേരളത്തിൽ ആരംഭിച്ചു എന്നാണ് ശ്രീ P രാജീവ് ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ കയ്യിൽ വിവരാവകാശ പ്രകാരം എടുത്ത രേഖകളുണ്ട്. 3433 സംരംഭങ്ങൾ മാത്രമേ ഇതുവരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 3 ജില്ലകളിൽ നിന്ന് ഞങ്ങൾ എടുത്തതാണ്. 3 ജില്ലകളിൽ നിന്ന് ഞങ്ങൾ എടുത്ത കണക്കനുസരിച്ച് 3433 സംരംഭങ്ങൾ മാത്രമേ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. 8 ജില്ലകൾ. 8 ജില്ലകളിൽ നിന്ന് ഞങ്ങൾ എടുത്ത വിവരം വച്ചിട്ട് 3433 സംരംഭങ്ങൾ. ബാക്കി 6 ജില്ലകളിൽ നിന്നും കൂടി ചേർത്താൽ പോലും ഇതിൻ്റെ ഇരട്ടിയിലേ വരുള്ളൂ. ഒരു 6000 അല്ലെങ്കിൽ 7000 വരും. പക്ഷേ P രാജീവ് ഉൾപ്പെടെ കേരളത്തിൽ എല്ലായിടത്തും അവകാശപ്പെടുന്നത് 5 ലക്ഷം, 4.5 ലക്ഷം, 5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ തുടങ്ങിയത്. 5 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് തുടങ്ങിയെങ്കിൽ ഇവിടെയൊക്കെ വ്യവസായ സംരംഭങ്ങളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. ഒരെണ്ണം കാണിച്ചായിട്ട് ഇതിൻ്റെ ഈ 4.5 ലക്ഷത്തിൽ എത്ര വ്യവസായ സംരംഭമാണ് നേമം മണ്ഡലത്തിൽ തുടങ്ങിയതെന്ന് വി ശിവൻകുട്ടി ഒന്ന് കാണിച്ചാൽ ആ കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം. അപ്പോൾ ഇത്തരത്തിലുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിന് പിന്മാറണം. അവർ ഈ 4.5 ലക്ഷം വ്യവസായ യൂണിറ്റുകളിൽ എത്ര എണ്ണമാണ് നേമം നിയോജക മണ്ഡലത്തിലുള്ളത് എന്ന് പറയാൻ വേണ്ടി LDFിൻ്റെ സ്ഥാനാർത്ഥി മന്ത്രി തയ്യാറാകണം. അതോടൊപ്പം തന്നെ കേരള ഓട്ടോമൊബൈൽസിൻ്റെ KALൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പഠിക്കാൻ വേണ്ടി, അത് കാണാൻ വേണ്ടി ബഹുമാനപ്പെട്ട നിയമ സ്ഥാനാർത്ഥിയെ നമുക്ക് ഒരുമിച്ച് പോകാം. ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. എത്ര ഓട്ടോറിക്ഷയാണ് അവിടെ നിന്ന് പുറത്തിറക്കി, എത്ര ഓട്ടോറിക്ഷയാണ് റോഡിൽ ഓടുന്നത്? ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഒരൊറ്റ ഓട്ടോ പോലും റോഡിൽ ഓടുന്നില്ല. ചില ഓട്ടോകളൊക്കെ നിങ്ങൾ വന്നാൽ കാണിച്ചു തരാം. വീട്ടിൽ ഒതുക്കിയിട്ട് അതിൽ നനഞ്ഞ വസ്ത്രങ്ങൾ ഉണങ്ങാൻ വേണ്ടി വിരിക്കുകയാണ്. ചിലരൊക്കെ ചെല്ലുമ്പോഴേക്കും അവിടുത്തെ നായ്ക്കളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിലാണ് ഈ നായ്ക്കൾ കിടന്നുറങ്ങുന്നത്. അതിനൊക്കെയാണ് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമ്പൂർണ്ണമായും തകർന്നടിഞ്ഞ ഒരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. അത് മറുപടി പറയണ കാര്യങ്ങൾ. അതായത് ഇലക്ട്രിക് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഹരിത നഗരം എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഫണ്ട് ചെലവാക്കാം. അപ്പോൾ കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഫണ്ട് ഇവിടേക്ക് ഡൈവേർട്ട് ചെയ്ത് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടുത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് അതിൻ്റെ തലപ്പത്താരായിരുന്നു എന്ന് അന്വേഷണം നടത്തിയാൽ അറിയാൻ സാധിക്കും.
ഈ നിയമത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കണക്ഷൻ എന്താണ്? അന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ആ സ്ഥാപനത്തെ കരകയറ്റാൻ വേണ്ടി കോർപ്പറേഷനിൽ നിന്നുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപ അവിടേക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഇലക്ട്രിക് ഓട്ടോ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്തു. ആ ഇലക്ട്രിക് ഓട്ടോകൾ ഒരെണ്ണവും 3 മാസത്തിനപ്പുറം ഓടിയിട്ടില്ല. കോർപ്പറേഷൻ്റെ ജനങ്ങൾക്ക് കൊടുത്തു. ഒരു സ്കീമുണ്ട്, ആ സ്കീമിൽ പെടുത്തി ജനങ്ങൾക്ക് കൊടുത്തു. ആ ഓട്ടോ എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലെ സ്ഥലം മെനക്കെടുത്തി അവിടെ ഇട്ടിട്ടുണ്ട്. ആകെ 1 സെൻറ്റിലേക്കാണ് ഒരു വീടുള്ളൂ. അതിൽ 1/4 സെൻറ്റ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യും. അതുകൊണ്ട് 10 പൈസയുടെ ഗുണമില്ല. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ SDPയും ജമാഅത്തെ ഇസ്ലാമിയോ. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ന്യൂനപക്ഷ അവകാശത്തിൽ 20% അധികാരമേ ഉള്ളൂ എന്ന് നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തെളിയിച്ച ഭരണകൂടങ്ങളാണ് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭരണകൂടം. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം പോലുമല്ല. SDPയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിലെ ന്യൂനപക്ഷ